ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ മോട്ടോറോളയുടെ മോട്ടോ എഡ്ജ് 70 എന്ന് പറഞ്ഞ പുതിയ ഫോണിൻ്റെ റിവ്യൂ ആണ്. നമ്മളിപ്പോൾ ഇത് യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് 1 വീക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബോക്സും കാര്യങ്ങളൊക്കെ വരുന്നത്. 30,000 താഴെ നിങ്ങൾക്കൊരു സ്മാർട്ട് ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സാധനം കണ്ണും പൂട്ടിയെടുക്കാമെന്ന് ഞാൻ പറയാം കേട്ടോ. അതിൻ്റെ ഒരു ഫുൾ റിവ്യൂ നമ്മൾ പറയാം, ഇൻക്ലൂഡിങ് ക്യാമറ സാമ്പിൾസും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാവും ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു കോൺ എന്ന് പറയാനുള്ളത്, ഇത്രയും കാലം അവർ കേസും ടെമ്പർ ഗ്ലാസ് ഒക്കെ തരുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അതൊക്കെ അവർ നിർത്തിയിട്ടുണ്ടായിരുന്നു. 60 Pro തന്നെ അവർ കുറച്ചൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ കേസും ഇല്ല, ഇപ്പോൾ ടെമ്പർ ഗ്ലാസും ഇല്ല, വേറെ ഒരു പരിപാടികളും ഇല്ല. നമുക്ക് സെപ്പറേറ്റ് വാങ്ങിക്കേണ്ടി വരും. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ എഡ്ജ് 70 എന്ന് പറയുന്നത് അവരുടെ പുതിയൊരു ഡിസൈനിലേക്ക് കിടന്ന ഒരു ഫോണാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഇനിയിപ്പോൾ മോട്ടോറോള സിഗ്നേച്ചർ വന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ വരാൻ പോകുന്ന ഫോണുകളൊക്കെ ഇതേ സെയിം ഡിസൈൻ ആയിരിക്കും. അപ്പോൾ മോട്ടോറോള സിഗ്നേച്ചർ കണ്ടാലും മോട്ടോറോള എഡ്ജ് 70 കണ്ടാലും ഓൾമോസ്റ്റ് സിമിലർ ഉണ്ട്. എസ്പെഷ്യലി നമ്മുടെ ആ ഒരു ഗ്രീൻ കളർ അതിൽ അവർക്കും ഉണ്ട്, ഇതിലും ഉണ്ട്. അപ്പോൾ ഞാനത് കാണിച്ചുതരാം. ഇത് ബഡ്ജറ്റ് കാറ്റഗറിയിൽ വരുന്ന സ്നാപ്ഡ്രാഗൺ 7 Gen 4 വരുന്ന പ്രൊസസ്സറിലായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ 7 Gen 4 പുതിയ പ്രൊസസ്സറാണ്. അതിൽ നമുക്ക് ഇൻബിൽഡ് AI കാപ്പബിലിറ്റി കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നല്ല പെർഫോമൻസ് ആണ്. ലാഗോ കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ല റഫായിട്ടൊക്കെ നമ്മൾ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. ക്യാമറ പെർഫോമൻസും കൊള്ളാട്ടോ, ഞാൻ കാണിച്ചു തരാം. ഇൻക്ലൂഡിങ് മൂവിങ് ഫോട്ടോസ് എടുക്കുമ്പോൾ തന്നെ നല്ല ക്ലാരിറ്റിയിൽ ഫോട്ടോസ് കിട്ടുന്നുണ്ട്. രണ്ട് റിയർ ക്യാമറയിൽ 2 മെഗാപിക്സൽ 2 ക്യാമറ സെൻസേഴ്സാണ് വരുന്നത്. 50 മെഗാപിക്സലിൻ്റെ ഫ്രണ്ടിലും 50 മെഗാപിക്സൽ സെൻസറാണ് വരുന്നത്. ടെലിഫോട്ടോ ലെൻസ് അവർ ഒഴിവാക്കിയിട്ടുണ്ട്. അത് കോസ്റ്റ് കട്ടിങ്ങിനായിരിക്കാം. ഇതിന് 3 കളറിൽ അവൈലബിൾ ആണ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ പാൻഡോൺ ബ്രോൺസ് ഗ്രീൻ കളറാണ് നമ്മുടെ ഉള്ളത് കേട്ടോ. അത് ഈ കളറാവും മിക്കത് നിങ്ങളും ഫുൾ കണ്ടുണ്ടാവുക. ഇത് മെയ്ഡ് ഇൻ ഇന്ത്യ തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ MRP ഡീറ്റെയിൽസ് ഒക്കെ വരുന്നത് 35,000 രൂപയാണ്. നമുക്ക് 29,999 ആണ് നമുക്ക് MRP ഡീറ്റെയിൽസും ബൈയിങ് പ്രൈസും കാര്യങ്ങളൊക്കെ വരുന്നത്. നിങ്ങൾക്ക് റിലയൻസ് റീറ്റെയിൽ ത്രൂവും അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ട് ത്രൂവും സാധനം വാങ്ങിക്കാവുന്നതാണ്, അല്ലെങ്കിൽ മോട്ടോറോള വെബ്സൈറ്റ് ത്രൂവും വാങ്ങിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോൺ വന്നേക്കുന്നത്. ഞാൻ ആക്ച്വലി ഇതുമ്പോൾ ഒരു കേസ് ഇട്ടുണ്ടായിരുന്നു. ഞാൻ റിഗിയർ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 60-90 രൂപയുടെ വരുന്ന ഒരു കേസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടെമ്പർ ഗ്ലാസ് ഞാൻ ഇട്ടിട്ടില്ല. ടെമ്പർ ഗ്ലാസ് എൻ്റെ ഇപ്പോൾ ഉണ്ട്, ഞാൻ പക്ഷേ അത് ഇട്ടിട്ടില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഇത് കേസ് ഒന്ന് ഊരാം. ഈ സാധനത്തിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 159 ഗ്രാമാണ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇത്രയും കാലം കുറേ ഫോൺ നമ്മളിപ്പോൾ എക്സാമ്പിൾ ഞാൻ പ്രൈമറി ആയിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ S24 Ultra ആണ്. അപ്പോൾ ഈ സാധനമൊക്കെ പിടിച്ചിട്ട് ഈ സാധനം പിടിക്കുമ്പോഴേ നമ്മളെന്തൊരു പേപ്പർ പിടിക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. എനിക്ക് ആക്ച്വലി ആകെ ഇത്രയും ദിവസമായിട്ട് നമുക്ക് ഇതിൽ ഇഷ്ടപ്പെടാത്തൊരു സംഭവം എന്ന് പറഞ്ഞത് ഈ ഒരു ബാക്ക് പാനലാണ്. ഇത് ആക്ച്വലി ലെതർ ആണോ ഫാബ്രിക് ആണോ ഗ്ലാസ് ആണോ ഇതെന്താ സംഭവം ഒന്നും മനസ്സിലാവുന്നില്ല, പ്ലാസ്റ്റിക് ആണോ ഒന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ പെട്ടെന്ന് സ്ക്രാച്ചസും അതുപോലെ തന്നെ സ്ക്രാച്ചസ് അല്ല, അങ്ങനെ ഓരോ പാടും സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. അത് മാത്രം എനിക്ക് തീരെ ഇഷ്ടപ്പെടാത്തുള്ളൂ. പക്ഷേ ഗ്രിപ്പും സംഭവങ്ങളൊക്കെ കൊള്ളാം. പക്ഷേ ഇവർക്ക് അത് അറ്റ്ലീസ്റ്റ് ഗ്ലാസ് ആക്കായിരുന്നു. അപ്പോൾ ഇങ്ങനെ സ്ക്രാച്ചസും കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ പ്രത്യേകിച്ച് ഇതിൻ്റെ ഗ്രേ കളറൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അത്ര അധികം അറിയില്ല. പക്ഷേ ഈ കളറാകുമ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ട് ഇപ്പോൾ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു വേർത്തിട്ട് കൈ തൊട്ടാൽ തന്നെ ഇതുമ്പോൾ കളർ വരും. പിന്നെ നമ്മൾ തുടയ്ക്കാൻ നിൽക്കണം. അപ്പോൾ അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അതല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അല്ലാണ്ട് ഓവറോൾ കിടലൻ ലുക്കാണ്. ഈ കളറൊക്കെ കണ്ടു കാണാൻ നല്ല കിടലൻ ലുക്കാണ്. ഇതിൻ്റെ തിക്നെസ് നോക്കി നിങ്ങൾ 5.9 mm തിക്നെസ് ആണ് വരുന്നത്. നമ്മുടെ 1,00,000 രൂപയുടെ iPhone Airഉം സാംസങ് എഡ്ജൊക്കെ വന്നില്ലേ, അതേപോലെ ഓൾമോസ്റ്റ് സിമിലർ എന്ന് തന്നെ പറയാം. പിന്നെ ക്യാമറേൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഡിസ്പ്ലേ വൺ ഓഫ് ദ ഫ്ലാറ്റ് ഡിസ്പ്ലേ ആക്കി മാറ്റിയിട്ടുണ്ട് അവർ. ഫ്ലാറ്റ് കർവ് ഡിസ്പ്ലേയുടെ പരിപാടി നിർത്തി. അതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു. ഞാൻ അതിന് മുമ്പ് 50 സീരീസും 60 സീരീസൊക്കെ വാങ്ങിച്ചപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്തത് കർവ് സ്ക്രീനായിരുന്നു. ഒന്നാമത് ടെമ്പർ ഗ്ലാസ് ഒന്നും കിട്ടില്ല. ഇപ്പോൾ കറക്റ്റ് ഫുൾ ഫ്ലാറ്റ് ഡിസ്പ്ലേ ആക്കിയിട്ട്. അതുപോലെ നിങ്ങൾ ബെസൽ നോക്കി, ഇതിൽ ബെസൽ കാണാൻ കിട്ടില്ല. നമ്മളൊരു 70,000 80,000 ഫോണിൻ്റെ റേഞ്ചിലുള്ള ഡിസ്പ്ലേ സാധനം വന്നേക്കുന്നത്. ഇത് എന്താ പറയുക 120 Hz വരുന്ന AMOLED ഡിസ്പ്ലേ തന്നെയാണ് ഉണ്ടാക്കുക. കിടിലൻ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ കിടിലൻ ഡിസ്പ്ലേ. അതുപോലെ തന്നെ ഒരു UI ഒക്കെ കുറച്ച് ചേഞ്ചസ് ആക്കിയിട്ടുണ്ട്. ഹലോ UI ഉണ്ട്, നിങ്ങൾക്ക് അറിയേണ്ടായിരിക്കും. പുതിയ UI ഉണ്ട്. ഇപ്പോൾ ഇതിൽ നമുക്ക് കിടക്കുന്നത് Android 16 ആണ്. ഡിസംബർ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. ജനുവരി വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഇതൊരു ബഡ്ജറ്റ് കാറ്റഗറി ഫോണാണല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് മിക്കവാറും 2 മാസത്തിലേക്കായിരിക്കും വരാൻ സാധ്യത. എന്ന് വെച്ചാൽ ഇപ്പോൾ മോട്ടോറോള അവരുടെ ഈ അപ്ഡേറ്റ് ഇഷ്യൂ ഒക്കെ കുറേയൊക്കെ സോൾവ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ അത്യാവശ്യം എല്ലാ ഫോണുകൾക്കും അപ്ഡേറ്റും കറക്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ പിന്നെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതിന് മുമ്പ് മോട്ടോറോള UI എന്ന് പറയുമ്പോൾ ഇതിൽ ആഡോ സംഭവങ്ങളോ ഒന്നും ഉണ്ടാകുന്നില്ല. പക്ഷേ ഇപ്പോൾ അവർ നമുക്ക് കളയാൻ പറ്റും. പക്ഷേ ഒരു എന്താ പറയുക ആപ്പ് റെക്കമെൻഡേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ നമുക്കത് സെറ്റിംഗ്സിൽ കൂടെ കളയാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാവുന്ന പോലെ തന്നെ എൻ്റെ ഇപ്പോൾ ഒരു ആഡ് ബ്ലോട്ട് വൈസോ ആഡൊന്നും കാണാൻ പറ്റില്ല. ഫുൾ ക്ലിയർ നമ്മുടെ എന്താ പറയുക പിക്സലിൻ്റെ UI പോലെ തന്നെയാണ്. ഓൾമോസ്റ്റ് പിക്സൽ UI തന്നെ ഉണ്ട്. അത് പറഞ്ഞിരിക്കാൻ പറ്റില്ല ഓൾമോസ്റ്റ്. പിന്നെ നമുക്ക് ഈ പരിപാടിയൊക്കെ ഉണ്ടല്ലോ കണ്ടോ, മോട്ടോൻ്റെ കുറേ സംഭവങ്ങളൊക്കെ അതൊക്കെ സൂപ്പറായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. 3.2 Gen ആണ് നമുക്ക് വരുന്നത്. ഇത് നമുക്ക് ഇവിടെ തന്നെ നമുക്ക് ഡ്യുവൽ
സിം ഇടാൻ പറ്റുന്ന സംഭവം തിക്നെസ് നോക്കി നിങ്ങൾ. അതുപോലെ തന്നെ സൗണ്ടും അത്യാവശ്യം നല്ല സൗണ്ട് വരുന്നുണ്ട്. ബിൽഡ് ക്വാളിറ്റി നിങ്ങൾക്ക് അറിയാം, IP68 IP69 വരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കഴുകുക ചെയ്യാം. ഞാൻ ആക്ച്വലി ഇതുമ്പോൾ ചളി ഇപ്പോൾ തന്നെ കഴുകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് IP69 എന്ന് പറയുമ്പോൾ ഹാർഡ് പ്രഷർ വെച്ചിട്ട് വേണമെങ്കിൽ കഴുകാൻ കുഴപ്പങ്ങളൊന്നുമില്ല. ഞാൻ ഇതിൻ്റെ ക്യാമറ സാമ്പിൾസ് കാണിച്ചു തരാം. നിങ്ങൾക്ക് നമ്മളിത് പറഞ്ഞു പോകുന്നത് കൂടെ തന്നെ നമുക്കിത് പറഞ്ഞു പോകാം. അപ്പോൾ ഇത് എന്താ പറയുക, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് ഓൾമോസ്റ്റ് ഞാൻ സെക്കൻഡറി ഡിവൈസായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഫസ്റ്റ് ഞാൻ പ്രൈമറി ഡിവൈസ് മാറ്റാറില്ല. എന്താ വെച്ചാൽ പ്രൈമറി ഡിവൈസ് നമ്മുടെ ബാങ്ക് ആപ്സും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ ഞാൻ പ്രൈമറി ഡിവൈസ് മാറ്റാറില്ല. പുതിയ ഫോൺ വാങ്ങിക്കുമ്പോൾ സെക്കൻഡറി ആയിട്ട് ഉപയോഗിക്കാറ്. ഇത്രയും കാലം സെക്കൻഡറി ആയിട്ട് ഉപയോഗിക്കാറ് Pixel 10 ആയിരുന്നു. അതിപ്പോൾ സെക്കൻഡറി ആയിട്ട് ഞാൻ മാറ്റിയിട്ട് ഇത് ഉപയോഗിക്കേണ്ടതാണ്. പക്ഷേ ഇതിൽ നിങ്ങൾക്ക് സിമ്മും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടായിരിക്കും. കേട്ടോ, ഒരു ഇഷ്യൂസും ഇല്ല. ലാഗ് ഫ്രീ നമ്മുടെ എന്താ പറയുക, ഒരു 8th ജനറേഷൻ സ്നാപ്ഡ്രാഗൻ്റെ പ്രൊസസ്സർ ഉപയോഗിക്കുന്ന പോലെ തന്നെയുള്ള ഒരു ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല. ഞാനതിൽ ഗെയിം അടക്കം നമ്മൾ ഗെയിമൊന്നും കളിക്കാറില്ല. പക്ഷേ ഞാൻ ഗെയിം അടക്കം കളിച്ച് നോക്കി, ഒരു പ്രശ്നവുമില്ല. സെക്യൂർ ഫോൾഡർ എന്ന് സൗണ്ട് നമ്മുടെ സെക്യൂർ ഫോൾഡർ എന്നല്ല പേര്, അതിൻ്റെ സെക്യൂർ എന്താണ് ഒരു പേര് മാറിപ്പോയല്ലോ, മോട്ടോ സെക്യൂർ എന്ന സംഭവം ഉണ്ട്. നമുക്ക് ഒരു ആൻറ്റിവൈറസ് പോലെയും അതല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ നമുക്ക് ഒരു സെപ്പറേറ്റ് നമ്മുടെ സെക്യൂർ ഫോൾഡർ എന്ന് പറഞ്ഞാൽ സാംസങ്ങിനെ പരിപാടി ഉണ്ടല്ലോ, അതൊക്കെ ഓൾമോസ്റ്റ് ഒരു ചെയ്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത എല്ലാ പരിപാടികളും സംഭവം വന്നിട്ടുണ്ട്. സ്മാർട്ട് കണക്ട് പറഞ്ഞ ആപ്പ്, അതായത് നിങ്ങൾക്ക് മോട്ടോറോള ആപ്സ് ഒക്കെ ഉണ്ടെങ്കിൽ എൻ്റെ മോട്ടോറോളയുടെ Pad 60 Pro എന്ന ടാബാണ്. ഇപ്പോൾ എൻ്റെ മോട്ടോറോളയുടെ ഈ ഒരു ലാപ്ടോപ്പ് ഉണ്ട്, മോട്ടോ ബുക്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ ആയിട്ട് നമുക്ക് സുഖമായിട്ട് കണക്ട് ചെയ്ത് പോകാം. ഒരു ഇഷ്യൂസും ഇല്ല. അവിടെ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും, അവിടെ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും, ഒരു പ്രശ്നങ്ങളും ഇല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് തന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ ലൈവായിട്ട് തന്നെ നമ്മുടെ ഒരു ക്യാമറ, സെൽഫി ക്യാമറ, നമ്മളിപ്പോൾ ആകെ ഒരു ജസ്റ്റ് ഒരു ലൈറ്റ് മാത്രമേ ഇട്ടുള്ളൂ. അതായത് ഒരു മെയിൻ സ്റ്റുഡിയോ ലൈറ്റ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല കേട്ടോ. ഇപ്പോൾ തന്നെ ഞാൻ ഫോട്ടോ എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഫോട്ടോസ് എൻ്റെ ഫാസ്റ്റ്നെസ് നല്ല ഉണ്ടോ, ലാഗും കാര്യങ്ങളൊന്നും ഇല്ല. കണ്ടോ, നല്ല ക്വാളിറ്റിയാണ്. കണ്ടോ ക്ലിയർ ഉണ്ടോ. അതുപോലെ തന്നെ ലാഗും സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. അത്യാവശ്യം നല്ല പ്രൊസസ്സർ എന്ന് വേണമെങ്കിൽ പറയാം. ലേറ്റസ്റ്റ് പ്രൊസസ്സർ ആയതുകൊണ്ടായിരിക്കാം. പിന്നെ മോട്ടോ AI ബട്ടണൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അമർത്തി പോയി കഴിഞ്ഞാൽ മോട്ടോ AI കാര്യങ്ങളൊക്കെ വരും. കണ്ടോ, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ തന്നെ ഡിസേബിൾ ചെയ്യാൻ പറ്റില്ല, അത് വേറെ കാര്യം. പിന്നെ ഓവറോൾ എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഒരു പെർഫെക്റ്റ് ക്ലീൻ സ്റ്റോക്ക് UI നിങ്ങൾക്ക് ഒരു 30,000 രൂപ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സാധനം വാങ്ങിക്കാവുന്നതാണ്. എന്ന് വെച്ചാൽ അതിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആപ്പ് റെക്കമെൻഡേഷനൊക്കെ വരും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. പക്ഷേ നമുക്കതെല്ലാം എടുത്ത് കളഞ്ഞിട്ട് ഒരു ക്ലീൻ UI തന്നെ ആക്കാട്ടോ. പിന്നെ നമുക്ക് ഇതിന് ഗ്ലാൻസ് എന്ന സംഭവം ഉണ്ട്, അതായത് ലോക്ക് സ്ക്രീനിൽ, അതും നമുക്ക് വേണമെങ്കിൽ ഡിസേബിൾ ചെയ്യും. ഇപ്പോൾ ഞാൻ ഡിസേബിൾ ചെയ്തിട്ട് നോർമൽ പോലെ വെച്ചിട്ടുണ്ടോ, ഒരു ശരിക്കും സ്റ്റോക്ക് അതിനോട് പോലെ ആക്കാൻ പറ്റുള്ളൂ. അതൊരു ഗുണം തന്നെയാണ്. നിങ്ങൾക്ക് എന്തായാലും പിക്സൽ വാങ്ങിക്കണമെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് അറിയാലോ 74 രൂപ കൊടുക്കേണ്ടി വരും. അപ്പോൾ പിക്സൽ വാങ്ങിക്കാൻ പറ്റാത്തവർക്ക് നിങ്ങൾക്ക് സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മോട്ടോ UI, അത് മോട്ടോ UI അല്ല, ഹലോ UI എന്നാണ് പേര്. ഞാൻ വേണമെങ്കിൽ കാണിച്ചപ്പോൾ അവരുടെ ഓൾമോസ്റ്റ് സിമിലർ ആണ് കേട്ടോ. നമ്മുടെ സെറ്റിങ്സ് പേജാണ് ഈ കാണുന്നത്. പിന്നെ ഇതിൽ മോട്ടോറോള ഇത് 8GB 256GB വേരിയൻറ്റ് മാത്രമേ നമുക്കിവിടെ ഇറങ്ങുന്നുള്ളൂ കേട്ടോ. ഇത് വാങ്ങിച്ചാലും ആ ഒരു വേരിയൻറ്റ് മാത്രമേ ഉള്ളൂ. അതായതാണ് നമ്മുടെ ഇതിൻ്റെ അപ്ഡേറ്റ്സിൻ്റെ കാര്യമാണ് ഞാൻ പറയാൻ കാരണം. ഇതിൽ നമുക്ക് കിടക്കുന്നത് Android 16 ആണ്, ഡിസംബർ സെക്യൂരിറ്റി പാച്ചിൽ കേട്ടോ. ഹലോ UI ആണ് വരുന്നത്. അപ്പോൾ ഓവറോൾ 30,000 റേഞ്ചിൽ നിങ്ങളൊരു ഫോൺ, ഇതിന് കമ്പാരിസൺ നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് Nord 5 ഉണ്ട്, അതുപോലെ തന്നെ IQ Neo 10R വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആയിട്ട് നിങ്ങൾക്ക് നോക്കുമ്പോൾ നിങ്ങൾക്കൊരു എന്താ പറയുക, ഹാൻഡി ഫോണ് എന്ന് വെച്ചാൽ ഭയങ്കര തിന്നാണ് സാധനം, പിടിക്കുന്ന അറിയില്ല, പോക്കലിൽ കിട്ടാൻ അറിയുന്നില്ല കേട്ടോ. അതുപോലെ തന്നെ നല്ലൊരു കിഡിലൻ ഡിസ്പ്ലേ, അതിപ്പോൾ Nord 5 സൂപ്പർ ഡിസ്പ്ലേ തന്നെയാണ്. കിഡിലൻ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ, എന്താ പറയുക, ഒരു ഈസിലി ഭയങ്കര പോർട്ടബിൾ ആയിട്ടുള്ളൊരു സംഭവം. അതുപോലെ തന്നെ നല്ല മിലിറ്ററി ഗ്രേഡ് സർട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഒരു കേസ് ഇട്ടായിരിക്കും നല്ല, കേസ് ഇട്ടാൽ തന്നെ സാധനത്തിന് വലിയ വെയിറ്റ് ഒന്നും വരില്ല, അത് വേറെ കാര്യം. മറ്റേ ഫോണിൻ്റെ പകുതി വെയിറ്റ് പോലും വരില്ല. അതുപോലെ അത്യാവശ്യം നല്ല ക്യാമറ സെറ്റപ്പാണ്. Nord 5 നല്ല ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. ക്യാമറ ക്വാളിറ്റിയും വരുന്നുണ്ട് Nord 5 അത് എടുത്ത് പറഞ്ഞ കാര്യം തന്നെയാണ്. പിന്നെ സ്റ്റോക്ക് അതിനോട് എക്സ്പീരിയൻസ് താല്പര്യമുള്ളവർക്ക് അങ്ങനെയൊക്കെ നിങ്ങളൊരു 30,000 റേഞ്ചിൽ നിങ്ങൾക്ക് നോക്കുന്നുണ്ടെങ്കിൽ ഈ സാധനം കണ്ണും മൂടി എടുക്കാട്ടെ. ഡോൾബി അറ്റ്മോസ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. മ്യൂസിക് ക്വാളിറ്റി ആയിക്കോട്ടെ, സ്പീക്കർ ക്വാളിറ്റി ആയിക്കോട്ടെ, എല്ലാം നല്ലതാണ്. ബാറ്ററി ബാക്കപ്പും കുഴപ്പമില്ലാണ്ട് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി കാണുന്നതായിരിക്കും 1 day 12 hour. എനിക്കിപ്പോൾ ഒരു ദിവസം 2 മണിക്കൂർ വരെ കിട്ടുന്നുണ്ട്, സുഖമായിട്ട് കിട്ടുന്നുണ്ട്. 5000 mAh ബാറ്ററിയാണ്. നമുക്ക് 68 വാട്ടിൻ്റെ ചാർജിങ് സപ്പോർട്ടും ചാർജറും PD ചാർജർ അടക്കം നമുക്ക് ബോക്സിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ബോക്സ്, ഓൾറെഡി നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ബോക്സ് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് PD ചാർജറാണ്, നമുക്ക് എല്ലാത്തിനും ഉപയോഗിക്കാം. സാംസങ്ങിനോ ഐഫോണിനൊക്കെ ഒക്കത്തിനും ഉപയോഗിക്കാം. അതുപോലെ തന്നെ ബാറ്ററി പ്രൊട്ടക്ഷൻ, കുറച്ച് ചാർജ് ബൂസ്റ്റ്, അങ്ങനെ കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അവർ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ. നമുക്ക് സ്റ്റോക്ക് എന്നോട് ഇല്ലാത്ത കുറച്ച് ഫീച്ചേഴ്സൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ മോട്ടോൻ്റെ പരിപാടി നിങ്ങൾക്ക് അറിയാമല്ലോ, അങ്ങനെ ഇതാക്കി കഴിഞ്ഞാൽ അത് നല്ല ഫോഴ്സിലാക്കിയാൽ വരലോട്ടാ കണ്ടു. അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യും, ഒരുപാട് പ്രശ്നങ്ങളും ഇല്ല. പിന്നെ 256GB വേരിയൻ്റാണ്, അത് മാത്രമേ ഉള്ളൂ കേട്ടോ. അതിൻ്റെ മുകളിലുള്ളതൊന്നുമില്ല. 128 ബേസ് വേരിയൻ്റ് നിന്ന് 256GB വേരിയൻ്റാണ്. അപ്പോൾ ഓവറോൾ നല്ലൊരു ക്ലീൻ എക്സ്പീരിയൻസ് ആയിട്ടുള്ള, പിന്നെ നമുക്ക് എന്താ പറയുക,
ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉണ്ട്, എല്ലാ സംഭവങ്ങളും വരുന്നുണ്ട് നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. അപ്പോൾ ഈ ഒരു 30,000 റേഞ്ചിൽ നിങ്ങളൊരു നല്ലൊരു ഓവറോൾ ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ, അതും ലേറ്റസ്റ്റ് ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ കണ്ണും പോട്ടെടുത്തോ Moto Edge 70 കേട്ടോ. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്തായാലും മോട്ടോറോള അടിച്ച് കയറി വരുന്നുണ്ട്, ഒരു വാച്ച് ഇറക്കി, ഇനിയിപ്പോൾ ലാപ്ടോപ്പിൻ്റെ പുതിയ വേരിയന്റ് ഇറങ്ങുന്നുണ്ട്, അതുപോലെ ടാബ്ലറ്റും വരാൻ പോകുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അവർ പ്രീമിയം ഫോൺ ഇറക്കി, സിഗ്നേച്ചർ ഇറക്കി. അപ്പോൾ മോട്ടോറോള അത്യാവശ്യം നല്ല മാർക്കറ്റ് പിടിക്കാനുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ മോട്ടോ ബുക്ക് നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ SSD ഇടുന്ന വീഡിയോ ഇട്ടിട്ട് ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് അതിൻ്റെ ഉള്ളിലത്തെ പാർട്സ് ബാറ്ററി അടക്കം ലിനോവോൻ്റെ സാധനങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഒരു പേടി വേണ്ട, ക്വാളിറ്റി ഇഷ്യൂസും സംഭവമൊന്നും വേണ്ട. എന്താ വെച്ചാൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഇപ്പോൾ മോട്ടോറോള എന്ന് പറയുന്നത് ഇപ്പോൾ ലിനോവയുടെ അണ്ടറിൽ വരുന്ന ഒരു സബ് ബ്രാൻഡാണ്. അവർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു തന്നെ, പണ്ട് US ബ്രാൻഡായിരുന്നു, ഇപ്പോൾ ചൈനീസ് ബ്രാൻഡാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് ചാനൽ ആദ്യമായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ പേര് ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്, നമ്മൾ ടെക് ലേണേഴ്സ് എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫയർ ആണ്. കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട, നമ്മളെല്ലാ കമൻറ്റ് റിപ്ലൈ ചെയ്യുന്നതാണ്. ഇൻസ്റ്റാഗ്രാമിലും മെസ്സേജ് അയക്കാൻ നിങ്ങൾക്ക് നമ്മൾ അതിലും ഉണ്ട്. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അടുത്ത് കാണാം, ബൈ.